ഓക്കെ ശരി. അപ്പൊ നമ്മള് എല്ലാവരും വന്നിരുന്നോളൂ. ഹിന്ദി ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂഷൻ ബുക്ക്. ഓക്കെ അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു തീരാത്തവർ ആരൊക്കെയുണ്ട്? കഴിഞ്ഞ സാറ്റർഡേ സൺഡേ നമ്മുടെ ഫസ്റ്റ് കവിതയല്ലേ നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ സ്വരാക്ഷരങ്ങൾ നമ്മൾ മുഴുവനായിട്ടും പഠിച്ചെടുത്തു അല്ലേ. അപ്പൊ അത് നല്ല പോലെ ഒരു 1 വീക്ക് ഉണ്ടായിരുന്നല്ലോ, നല്ല പോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ടീച്ചർ പറഞ്ഞിരുന്നു. ആരൊക്കെ ചെയ്യാത്തതുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഇതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ടീച്ചർ പ്രോമിസ് ചെയ്യുന്നു നിങ്ങളായിരിക്കും ഹിന്ദിയിലെ, ബാക്കി സബ്ജക്റ്റിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല, ഹിന്ദിയിലെ ക്ലാസ്സിൽ ടോപ്പ് നിങ്ങളായിരിക്കും. 100% ഷുവറാണ്. മനസ്സിലായോ? അപ്പൊ ആ രീതിയിലായിരിക്കും ടീച്ചർ ക്ലാസ്സസ് എടുക്കുന്നത്. നിങ്ങൾ പഠിച്ചു തന്നെ പോകണം. ആകെ നമ്മൾ എന്താ സാറ്റർഡേ സൺഡേ മാത്രമേ ക്ലാസ്സസ് എടുക്കുന്നുള്ളൂ അല്ലേ. അപ്പൊ ഒരാഴ്ചയുണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട്. നിങ്ങൾ അത് പഠിച്ചെടുത്തേ പറ്റൂ, പാരന്റ്സിന്റെ സപ്പോർട്ടോട് കൂടി കേട്ടോ. ശരി. അതല്ല ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പാരന്റ്സിനോട് പറഞ്ഞാൽ മതി, അവർ ടീച്ചർ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നിനക്കും പറ്റുമല്ലേ? അങ്ങനെയല്ല, പാരന്റ്സിന്റെ സപ്പോർട്ട് എടുക്കണം. ഓക്കെ, ഇനി എന്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്? വ്യഞ്ജനാക്ഷരങ്ങളാണ്. വ്യഞ്ജനാക്ഷരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കവിതയല്ലേ, ഇനി ഫസ്റ്റ് പാഠം പഠിക്കണ്ടേ. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് പാഠഭാഗവും അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്ന് ഒരു 5 അക്ഷരം പഠിച്ചെടുക്കാൻ പോവാ, ബൈ ഹാർട്ട് ചെയ്തിട്ട്. ഓക്കെ, ഇനി സ്വരാക്ഷരങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത്? ടീച്ചർ പറഞ്ഞ പോലെ തന്നെയാണോ? ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. എങ്ങനെയാണ്? അസെ അനാർ, ആസെ ആം, ഇസെ ഇംലി, ഈസെ ഈക്, ഉസെ ഉല്ലു, ഊസെ ഊൻ, ഋസെ ഋഷി, ऐसे एडी, ऐसे एनक, ओसे ओकली, औसे औरत, अमसे अंगूर, കാലി. കാലിന്ന് തന്നെ പറഞ്ഞു പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ് പഠിച്ചേ പറ്റും. നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് സ്ഫുടമാവാൻ വേണ്ടിയിട്ടാണ്, തറോ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് വെറുതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് എന്തേ ടീച്ചർ പറയണേന്ന്, പക്ഷെ ഇത് തന്നെയാണ് വേറെ ഒരു വേയും ഇല്ല. നമ്മള് എന്താ പറയാ, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നമുക്ക് എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ പോലും നമ്മൾ എഴുതുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തും. അത് ഉറപ്പാണ്. അത് വരാതിരിക്കാനാണ് പറയുന്നത്. അത് മാത്രമല്ല, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വായിക്കാൻ പറ്റും. നോക്കിക്കോ, നിങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് ഇതിന്റെ എന്താ പറയുന്ന ഈ 5th സ്റ്റാൻഡേർഡിൽ തന്നെ നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി എങ്ങനെയാണ് വായിക്കുന്നതെന്ന് ടീച്ചർ കാണിച്ചു തരാം. ഓക്കെ, ശരി. അപ്പൊ കഴിഞ്ഞു. ഇനി ഇന്നത്തെ നമ്മൾ എന്താ പറഞ്ഞ പാഠഭാഗവും അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ആദ്യത്തെ 5 അക്ഷരങ്ങളുമാണ്. അപ്പൊ നോക്കാം. ശരി, ഇവിടെ ഞാൻ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 5 അക്ഷരങ്ങൾ, ആദ്യത്തെ വ്യഞ്ജനാക്ഷരങ്ങൾ ക, ഖ, ഗ, ഗ, ങ. ഓക്കെ, അപ്പൊ ഇനി ഇത് ഹിന്ദിയിൽ എഴുതാം. ആദ്യം തന്നെ ക എന്ന് ഇതുപോലെയാണ് എഴുതുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. മേലേന്ന് താഴോട്ട് ലൈൻ ഇട്ടു, മുട്ടിക്കുന്നില്ല കേട്ടോ. കാസെ കമ്മൽ, അങ്ങനെയാണ് പഠിക്കേണ്ടത്. കമ്മൽ എന്ന് പറഞ്ഞാൽ ലോട്ടസ്, താമര. കാസെ കമ്മൽ. ഇനി അടുത്തത് കായിനെ ഒന്നും കൂടി തറപ്പിച്ച് പറയുന്ന കേട്ടോ. ഖാസെ ഖർഗോഷ്, ഖാസെ ഖർഗോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയൽ. ഇനി ഗാസെ ഗംല, ഗാസെ ഗംല. ഗംല എന്ന് പറഞ്ഞാൽ എന്താ? പൂച്ചട്ടി. ഓക്കെ, ഇനി ഘാസെ ഘർ, ആ ഗായിനെ അങ്ങനെ ഉറപ്പിച്ച് പറയുന്ന കേട്ടോ. ഘാസെ ഘർ. ഓക്കെ, ഇനി ലാസ്റ്റ് എന്താ? അല്ലേ, കാലി എന്നാ പറയണേ. അവിടെ കാലി തന്നെ പറഞ്ഞു പഠിക്കണം. അങ്ങനെ വെച്ച് തുടങ്ങുന്ന ഒരു വേർഡ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കാലി, കാലി. ഓക്കെ, ഇനി കാസെ കമൽ, കാസെ കമൽ. ഖാസെ ഖർഗോഷ്, ഖാസെ ഖർഗോഷ്. ഗാസെ ഗംല, ഗാസെ ഗംല. ഘാസെ ഘർ, ഘാസെ ഘർ. കാലി. ഓക്കെ, മനസ്സിലായില്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ച പോലെ തന്നെയാണ് വ്യഞ്ജനാക്ഷരങ്ങളിലും നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ എങ്ങനെയാ പറയേണ്ടത് ടീച്ചർ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞതല്ലേ. ഇനി ഒരു റിവിഷന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ ഇത് ഓരോന്നും കാസെ കമൽ, കാസെ കമൽ,
ഖാസെ ഖർഗോഷ്, ഖാസെ ഖർഗോഷ്. പലരും ഇതിനെ ഖായിനെ ഗായിനെ പ്രൊനൗൺസ് ചെയ്യുന്ന കേൾക്കാം. ഗായ് അല്ല, അത് ക ഖ ഖ ഖർഗോഷ് അതാണ് കേട്ടോ. അതുപോലെ തന്നെ ഗാസെ ഗംല, ഗാസെ ഖ ഖ. മനസ്സിലാവുന്നുണ്ടോ? അത് ആ ഗായുടെ തന്നെ ഒരു സ്ട്രെസ് ചെയ്ത് പറയുന്നതാ. ഗാസെ ഗർ, കാലി. ഈ ഗായിനെ ഹിന്ദിക്കാർ വേറെ രീതിയിലൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ മലയാളത്തിൽ കക്ക് ഗംഗ എന്ന് പഠിച്ചതുകൊണ്ടാണ് മലയാള രീതിയിൽ തന്നെ ടീച്ചർ അത് പ്രൊനൗൺസിയേഷൻ പറയുന്നത് കേട്ടോ. കാലി, കാലി എന്ന് തന്നെ പറഞ്ഞു പഠിക്കണം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പാഠഭാഗം കേട്ടോ. പാഠഭാഗത്തിലേക്ക് കിടക്കുവാണ്. പാഠം നമുക്ക് നല്ല അടിപൊളി പാഠമാണ് അല്ലെ. എന്താ പറയുന്നത്, ഒരു ചിത്രകഥയാണ്. ശരിക്കും കുറെ ചിത്രങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു കഥയാണ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് പാഠഭാഗം നോക്കാം. ഓക്കെ, ശരി. പാഠത്തിന്റെ പേര്, ചാപ്റ്ററിന്റെ പേരാണ് ടോമി ഓർ മേം. ടോമി ഓർ മേം എന്താണ് ഇത് അർത്ഥാക്കുന്നത്? ടോമി ഇവിടെ ആരാണ്? ടോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഒരുപാട് ചിത്രങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് അല്ലേ. അപ്പൊ അതിൽ നിന്നും ചിത്രം കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ അർത്ഥം എന്താന്നൊക്കെ. എന്നാലും നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. ടോമി ദാ ഇതാണ്. ടോമി ഒരു നായ്ക്കുട്ടിയാണ്. ഓക്കെ, അപ്പൊ ടോമി ഓർ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്. ആൻഡ് ടോമിയും. മേം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഞാൻ എന്നാണ് കേട്ടോ. ടോമിയും ഞാനും. ഈ ഞാൻ ആരാണപ്പോ? ഞാനാണ് ഈ നിൽക്കുന്നത്. ഇത് ഒരു പെൺകുട്ടിയാണ് അല്ലേ. അപ്പൊ പെൺകുട്ടീനെ ഹിന്ദിയിൽ എന്താ പറയാ? ലഡ്കി, ലഡ്കി. അപ്പൊ ആൺകുട്ടിയാണെങ്കിലോ ലഡ്ക, ലഡ്ക, ലഡ്കി, ലഡ്ക. ഓക്കെ, ഇനി പെൺകുട്ടി എന്താ പറയുന്നേ? മേം നീതു ഹൂം. താഴെ എഴുതിയിരിക്കുന്ന കണ്ടോ? മേം നീതു ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീതു ആണ്. മനസ്സിലായോ? അപ്പൊ ആ പെൺകുട്ടിയുടെ പേരാണ് നീതു. ഇനി നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ മേം വെച്ച് സംസാരിക്കുമ്പോൾ അവസാനം ഹും എന്ന് വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. പക്ഷെ വേറെ ഒന്നുമില്ല, ഇത് മുന്നോട്ട് നമ്മൾ പഠിച്ചോളൂ കേട്ടോ. മേം എന്ന് പറയുമ്പോൾ ഹുമ്മാണ് നമ്മൾ വയ്ക്കുന്നത്. ഇനി ഇവിടെ ഒരു ലൈൻ കണ്ടോ? ഈ വര ഹിന്ദിയിലെ ഫുൾ സ്റ്റോപ്പാണത്. നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഫുൾ സ്റ്റോപ്പ് ഒരു കുത്തല്ല ഇടുക. പക്ഷെ ഹിന്ദിയിൽ ഒരു വരയാണ് ഇടുക കേട്ടോ. അതാണ് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ഇനി മേം നീതു ഹൂം. നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. മേം ലക്ഷ്മി ഹൂം, മേം വരുൺ ഹൂം. നിങ്ങളുടെ എന്താണ് പേര് അത് പറയാം. ഞാൻ നീതു ആണ് എന്നാണ് ഇപ്പം ആര് പറയുന്നത്? നമ്മുടെ ഈ ലടുക്കി പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ ഇവിടെ എന്താ നീതു ചെയ്യുന്നത്? നല്ല പൊതച്ചു മൂടി രാത്രി കിടന്ന് ഉറങ്ങുക അല്ലേ. ഉറങ്ങാനായിട്ട് കിടക്കുക. അപ്പോൾ പുതച്ചു മൂടി കിടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. എന്താ അത്? തണുപ്പ് അല്ലേ. നല്ല തണുത്ത രാത്രിയായിരിക്കും അത്. സോ വഹ് സർദിയോം കി രാത് ഥീ എന്ന് പറഞ്ഞ എന്താ? വഹ് എന്ന് പറഞ്ഞാൽ അത്. സർദിയോം, സർദിയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ് കേട്ടോ. ठंड എന്നും പറയും, സർദി എന്നും പറയും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ठंडी ठंडी हवा बह रही है എന്ന് നമ്മളൊരു ലൈൻ പഠിച്ചില്ലായിരുന്നോ? അപ്പോൾ അവിടെ ठंडी എന്ന് പറഞ്ഞാലും തണുപ്പാണ് അല്ലേ, സർദി എന്ന് പറഞ്ഞാലും തണുപ്പാണ് കേട്ടോ. അപ്പോൾ വഹ് സർദിയോം കി, കി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ കാ, കി, കെ ഇതിനൊക്കെ അർത്ഥം വരുന്ന ജെ, ഉഡേ എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. രാത്ത് ഥീ, രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി. ഓക്കെ, രാത്ത് രാത്രി. ഥീ, ഥീ എന്ന് പറയുന്നത് ഠ, ഥീ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയും ആയിരുന്നു, അങ്ങനെ പഴയ കാര്യങ്ങൾ പറയില്ലേ, കഥകൾ പറയുമ്പോൾ അപ്പം നമ്മൾ പറയുന്നത് ഥായോ തീയോ ഒക്കെ വെച്ചിട്ടാണ്. ഇവിടെ തീ വയ്ക്കുന്നത് സ്ത്രീലിംഗത്തിനും ഥായാണെങ്കിൽ പുല്ലിംഗത്തിനുമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും കുറേ കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒക്കെ ഒന്ന് അർത്ഥം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, വഹ് സർദിയോം കി രാത്ത് ഥീ, അത് തണുപ്പുള്ള രാത്രിയായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ എന്തായി കാണിച്ചിരിക്കുന്നത്? ഈ ചിത്രത്തിൽ നീതു ജനലിൽ കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരെയാ നോക്കുന്നത്? നമ്മുടെ ടോമീനെ അല്ലേ. ടോമി എന്താ ചെയ്യുന്നത്? ഒച്ച വയ്ക്കുകയാണ് അല്ലേ അവിടെ കിടന്നുകൊണ്ട്. അപ്പോൾ ടോമി ഇങ്ങനെ ഓളിടുന്നത്, കരയുന്നത് നീതു കേട്ടു.
എന്തുകൊണ്ടായിരിക്കും ടോമി ഇങ്ങനെ കിടന്ന് കരയുണ്ടാവുക? നമുക്കറിയാലേ, വഹ് സർദിയോം കി രാത്ത് ഥീ. അത് തണുപ്പുള്ളൊരു രാത്രിയാണ്. അപ്പോൾ ടോമിക്ക് എന്തുണ്ടാവും? നല്ല പോലെ തണുക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ടോമി ഇങ്ങനെ കിടന്ന് ഓടിയിടുന്നത്. അപ്പം എന്തുണ്ടാവുക നോക്കാം. ഇതാ അടുത്ത പേജിൽ നീതു എന്ത് ചെയ്തു? ഒരു സ്വെറ്ററൊക്കെ ഇട്ട് തണുപ്പിൻ്റെ ഡ്രസ്സും തൊപ്പിയൊക്കെ വെച്ച് ഒരു ടോർച്ചും പിടിച്ച് നമ്മുടെ ടോമിയുടെ അടുത്തേക്ക് വരുവാ കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്നിട്ട് ടോമീനെ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്താക്കി ഫുഡും വെള്ളമൊക്കെ കൊടുത്ത് ടോമിനെ സേഫാക്കി. എവിടെ കൊണ്ടുപോയി വെച്ചത് പിന്നെ ടോമിനെ? ഈ ചിത്രത്തിൽ എന്താ മനസ്സിലാക്കുന്നേ? നീതുവിൻ്റെ അടുത്ത് ഒരു ലാമ്പ് ഉണ്ടല്ലേ, ആ ലാമ്പിൻ്റെ അടിയിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ലാമ്പിൻ്റെ അടിയിൽ തൊട്ടടുത്ത് തന്നെ ആരെ വെച്ചു? ടോമീനെ. ടോമി അവിടെ കിടന്ന് സുഖമായിട്ട് ഇറങ്ങി അല്ലേ? ഓക്കെ, ഇനി ടോമിയുടെ കുറച്ച് ഇഷ്ടങ്ങൾ നമുക്ക് നോക്കാം. ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ത് താ. കണ്ടു, ഇവിടെ താ കണ്ടു, അവിടെ നമ്മൾ തീ കണ്ടു. രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ് കേട്ടോ, ആയിരുന്നു. ഉസേ എന്ന് പറഞ്ഞാൽ അവന്. ആർക്ക്? ടോമിക്ക്. ചായ് കെ സാത്ത്. കെ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു? കാ കീ കെ. ഉടേ ൻ്റെ അല്ലേ? ചായയുടെ. ചായക്ക് സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ. ബിസ്കുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബിസ്ക്കറ്റിനെ കേട്ടോ. ബിസ്കുട്ട് ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക, തിന്നുക കേട്ടോ. ബിസ്കുട്ട് ഖാന ബഹുത്ത് വളരെ, പസന്ത് ഇഷ്ടം, ഥാ ആയിരുന്നു. മനസ്സിലായോ? ഇല്ല, എൻ്റെ അർത്ഥം എങ്ങനെയാ? ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ത് താ. അവന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത പേജിൽ എന്താണ്? അവൻ്റെ അടുത്ത ഇഷ്ടം എന്താണ്? ഓർ മേരെ സാത്ത് കേൽന. പിന്നെന്താ ഇഷ്ടം? മേരെ സാത്ത് കേൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേരെ, ഓർ എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലേ, അതിൻ്റെ കൂടെ മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, സാത്ത് കൂടെ, കേൽന കളിക്കാൻ. മേരെ സാത്ത് കേൽന. പിന്നെ എന്തായിരുന്നു അവന് ഇഷ്ടം? പങ്കേക്ക് നീച്ചെ സോന. പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ. ഓക്കെ, പങ്കേക്ക് നീച്ചെ. അപ്പോൾ ഇവിടെ കേ കണ്ടോ? പങ്കയുടെ അല്ലെങ്കിൽ ഫാനിൻ്റെ കേട്ടോ. പങ്കേക്ക് നീച്ചെ, ഫാനിൻ്റെ താഴെ, സോന ഉറങ്ങാൻ. ഓക്കെ, അപ്പം ഇതൊക്കെ അവൻ്റെ ഇഷ്ടങ്ങളാണ്. ഇനി അടുത്ത ഇഷ്ടം എന്താണ്? ഓർ കിതാബ് പഠന. കിതാബ് പഠന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിതാബ് പുസ്തകം, പഠന എന്ന് പറഞ്ഞാൽ വായിക്കുക, പുസ്തകം വായിക്കാൻ അല്ലേ? അത് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ടോമിക്ക് പുസ്തകം വായിക്കാനാണോ പുസ്തകം തിന്നാനാണോ ഇഷ്ടം വരുന്നത് അല്ലേ? ഇവിടെ ടോമി എങ്ങനെയാണ് പുസ്തകം വായിക്കുന്നത്? അതിനെ കീറി പറച്ച് കുറച്ച് തിന്നിട്ടേക്കാ അല്ലേ? ഓക്കെ, അപ്പം അതും അവൻ്റെ ഇഷ്ടത്തിലൊരു കാര്യമായിരുന്നു. എന്താണ്? കിതാബ് പഠന. ഓക്കെ, ശരി. ഇനി അടുത്ത പേജിൽ അവന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇവിടെ നീതു എന്താ ചെയ്യാൻ പോകുന്നത്? സ്കൂൾ ബസ് വന്നു, തയ്യാറായി സ്കൂളിൽ പോവാ. പാവൻ ടോമി അല്ലേ, അവൻ ബൈ പറയുന്നുണ്ട്. പക്ഷെ അവനത് ഇഷ്ടമുണ്ടോ? നമുക്ക് നോക്കാം. ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ താ. എന്താ അവൻ പറയണേന്നറിയോ? ഉസേ അവന്, മേരാ ബാഹർ ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തു പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ പുറത്തു പോക്ക് എന്നാണ് കേട്ടോ. ഞാൻ ബാഹർ ജാന, ബാഹർ പുറത്ത്, ജാന പോകുന്നത് കേട്ടോ. ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ ഒട്ടും, തീരെ എന്ന് പറയില്ലേ? തീർച്ചയായും എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് നമുക്ക് യോജിക്കുന്നത് തീരെ, ഒട്ടും. അച്ഛാ നഹി ലഗ്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായി തോന്നാറില്ലായിരുന്നു. ലഗ്ത എന്ന് പറഞ്ഞാൽ തോന്നുക. അച്ഛാ നഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ല എന്നാണ് അർത്ഥം. അച്ഛാ എന്ന് പറഞ്ഞാൽ നല്ലത്, അച്ഛാ നഹി എന്ന് പറഞ്ഞാൽ നല്ലതല്ല. അപ്പം നല്ലതായി തോന്നിയിരുന്നില്ല എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് കേട്ടോ. ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ അവന് ഞാൻ പുറത്തു പോകുന്നത് തീരെ
നല്ലതായി തോന്നാറില്ലായിരുന്നു. അങ്ങനെയാണ് അതിനർത്ഥം വരുന്നത് കേട്ടോ. അതിൻ്റെ ഷോർട്ട് അർത്ഥം ഇത്രയേ ഉള്ളൂ. അവന് ഞാൻ പുറത്ത് വന്നത് ഒട്ടും ഇഷ്ടമല്ല. മനസ്സിലായോ? അവന് ഒട്ടും ഇഷ്ടമല്ല. അതാണ്. ഇനി അടുത്ത പേജിൽ എന്താണ്? രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് അല്ലെ, നല്ല സ്നേഹമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതാണ് അല്ലേ. അപ്പൊ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ. ഹം ജബ് സാത്ത് ഹോത്തെ. ഹം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന് അർത്ഥമുണ്ട് കേട്ടോ. ജബ് എപ്പോൾ, സാത്ത് ഹോത്തെ ഞങ്ങൾ എപ്പോഴാണ് ഒരുമിച്ച്, സാത്ത് ഹോത്തെ ഒരുമിച്ചുണ്ടാവുന്നത്, തോ എങ്കിൽ എന്നാണ് കേട്ടോ. ബഹുത് ഖുഷ് രഹത്തെ ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ, ബഹുത്ത് വളരെ, ഖുഷ് സന്തോഷം, രഹത്തെ നല്ല ഹാപ്പി ആയിട്ടിരിക്കും എന്നാണ്. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ ഞങ്ങൾ എപ്പോഴാണ് ഒരുമിച്ചുള്ളത് അപ്പോൾ വളരെ സന്തോഷമായിരിക്കും, ഹാപ്പി ആയിരിക്കും ട്ടോ. ടോമി ഓർ മേം. ടോമി ഓർ മേം ടോമിയും ഞാനും. പ്രോയ്ത്തി റോയ് ആരാണ് എഴുതിയത്? പ്രോയ്ത്തി റോയ്. മേം നീതു ഹൂം ഞാൻ നീതുവാണ്. വഹ് സർദിയോം കി രാത് തി അത് തണുപ്പുള്ള രാത്രിയായിരുന്നു. ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ദ് താ അവന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ആർക്കാണ്? ടോമിക്ക്. ഓക്കെ. ഓർ മേരെ സാത്ത് ഖേൽന പിന്നെ എൻ്റെ കൂടെ കളിക്കാൻ. പങ്കേക്ക് നീച്ചെ സോന ഫാനിന്റെ താഴെ ഉറങ്ങാൻ. ഓർ കിതാബ് പഠന പുസ്തകം വായിക്കാൻ. ഇനി ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ താ അവന് ഞാൻ പുറത്തു പോകുന്നത് തീരെ നല്ലതായി തോന്നിയിരുന്നില്ല. ഇനി ലാസ്റ്റ് ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ ഞങ്ങൾ എപ്പോഴാണോ ഒരുമിച്ചുണ്ടാകുന്നത് അപ്പോൾ എന്താണ്? വളരെ ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും. ഓക്കെ, ശരി. ഇതിൽ ടീച്ചർ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കണം. അതുപോലെ തന്നെ എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ മാത്രം ഒരു 3 ടൈം എഴുതി നോക്കണം കേട്ടോ. ഓക്കെ, ഇത് നോക്കൂ. സർദിയോ സർദിയോ, രാത് രാത്, चाय चाय, साथ साथ, बिस्कुट बिस्कुट, खाന ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല. ഖാന കേട്ടോ, ഖാന. പസന്ത് പസന്ത്, ഓർ ഓർ ആൻഡ് ആണ് കേട്ടോ ഇതിനർത്ഥം വരുന്നത്. ഇനി കേൽന, ഇപ്പൊ ഖാന പറഞ്ഞ പോലെ കേൽന, ഖാന കഴിക്കുക, കേൽന കളിക്കുക. ഓക്കെ. പങ്ക, ഇവിടെ പങ്കേന്നാണ് നമ്മൾക്ക് പങ്ക എന്ന് പറഞ്ഞു പഠിക്കണം കേട്ടോ. ചാപ്റ്ററിൽ പങ്കേന്നാണ് എഴുതുന്നൊരു പങ്ക ഫാൻ എന്ന് എഴുതി പഠിക്കണം കേട്ടോ. നീച്ചേ സോന, സോന എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഇവിടെ ഉറങ്ങുക എന്നാണ്, സ്വർണം എന്നൊരർത്ഥം വരുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ചാപ്റ്ററിൻ്റെ ഒപ്പം മാത്രം മനസ്സിലാക്കിയാൽ മതി. സോന. ഓക്കെ, ഇനി എന്താണ്? കിതാബ് കിതാബ്, പഠന പഠന. ബാഹർ ബാഹർ, ജാന. ബിൽക്കുൽ ബിൽക്കുൽ, अच्छा अच्छा, लगता लगता. इनी बहुत बहुत, खुश खुश. ओके, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഹോംവർക്ക്സ് ചെയ്യണം. ഇനി നമുക്ക് നാളെ ക്ലാസ് ഉണ്ട് അല്ലെ? നാളെ ക്ലാസ് ഉണ്ട്. നാളെ അപ്പൊ ജസ്റ്റ് ഈ പാഠത്തിന്റെ ഒരു റിവിഷനും അതോടൊപ്പം തന്നെ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങള് കുറച്ചധികം പഠിക്കും. കാരണം എന്താ? കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരു 10 എണ്ണം പഠിക്കും. ഇന്ന് 5 എണ്ണം വളരെ ഈസി അല്ലേ?
ഇനി നാളെ 10 എണ്ണം പഠിക്കണം. കാരണം നമുക്ക് വേഗം വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ. അതുകൊണ്ടാണ്. നിങ്ങൾ ചെറിയ കുട്ടികളൊന്നുമല്ല, വലിയ കുഞ്ഞുങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ടീച്ചർ പറയുന്ന അതുപോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ സുഖമായിട്ട് വായിക്കാൻ പഠിക്കും. വായിക്കാൻ മാത്രമല്ല, എഴുതാനും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നന്നായിട്ടിരുന്ന് ഹോംവർക്ക് ചെയ്യാം, നന്നായിട്ടിരുന്ന് പഠിക്കാം. ഓക്കെ, ബൈ.